Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Neetu, Reshma, Neha. Okay, നമ്മൾ 3 പേരുള്ളൂ. നമുക്ക് ക്ലാസ് തുടങ്ങാം. യെസ്, ഓൾമോസ്റ്റ് തീരാറായി അല്ലേ നമ്മുടെ പോർഷൻ. അപ്പൊ അനാലിസിസ് കുറച്ച് എടുത്തു തുടങ്ങിയില്ലേ? എംപ്ലോയി സേഫ്റ്റി. യെസ്, അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞത് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഏത് സെക്ഷനാ പറഞ്ഞേ? എംപ്ലോയി ഹെൽത്തിന്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എംപ്ലോയി ഹെൽത്തിന്റെ ഏത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ പറഞ്ഞു. അതായത് നമ്മുടെ ഫസ്റ്റ് വൺ ക്ലെൻലിനെസ് ആണ് അല്ലെ? ക്ലെൻലിനെസ് സെക്ഷൻ 11 ആണ്. നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട്, അതായത് ശുചിത്വം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ഹ്യൂമൻ ഹെൽത്ത്. എംപ്ലോയിയുടെ മാത്രമല്ല, മനുഷ്യന്മാർക്ക് എന്താ പറയാ, ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലെൻലിനെസ് അല്ലെ, ശുചിത്വം. അത് നമ്മൾ ഏത് സ്ഥലത്തായിരിക്കുന്നുവോ അവിടെ വളരെ എന്താ പറയാ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഹൈജീനിക് ആയിട്ട് എന്താ പറയാ ആകാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. എത്രത്തോളം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ഹൈജീനിക് ആക്കി നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മളുടെ ഏത് സ്ഥലത്താണെങ്കിലും അവിടെ ആ പരിസരമൊക്കെ നമ്മൾ എത്രത്തോളം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നു അത്രയും നമുക്ക് ഹെൽത്തി ആയിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് രോഗം വരാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ നമുക്കറിയാം ചില രോഗങ്ങളൊക്കെ ഓൾറെഡി വരും, അതല്ലാതെ ഇതും ഒരു വലിയ മെയിൻ ഒരു ഘടകം കൂടിയാണ് എന്നുള്ളത് അറിയാം. അപ്പൊ ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഇൻ ആൻ ഓർഗനൈസേഷൻ ഓൾസോ the factory premises, factory drainage and any other dirt or refuse have to be disposed. എല്ലാ തരത്തിലുള്ള ഡേർട്ടും അതുപോലെ തന്നെ ഡ്രെയിൻ ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ, പ്രൈവറ്റ് സ്മോൾ ടോയ്ലറ്റ്സ് ഒക്കെയാണ്, അതാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. എല്ലായ്പ്പോഴും അത് സ്വീപ്പ് ചെയ്ത് അടി ഫ്ലോറൊക്കെ തുടച്ച് തൂത്ത് ഒക്കെ വാരി ഒക്കെ വൃത്തിയാക്കണം. മാത്രമല്ല ആഴ്ചയിൽ ഒരിക്കൽ അല്ലെ, once in 7 days ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് എന്ത് ചെയ്യണം, അത് ഡിസ്ഇൻഫെക്റ്റന്റ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെയുള്ള ലോഷൻസോ അല്ലെങ്കിൽ ഡിറ്റർജന്റോ അല്ലെങ്കിൽ രണ്ടൊക്കെ ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൻ 11 ആണ് ക്ലെൻലിനെസ്. സോ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ. സെക്ഷൻ 12 ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇഫ്ലുവൻസ് ആണ്. ഇഫ്ലുവൻസ് അല്ലെങ്കിൽ ഇഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് കോസസ് ബാഡ് ഓർഡർ, ബാഡ് സ്മെൽ. അതായത് പല എന്താ പറയാ നമ്മളുടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്ക് പ്ലീസിങ് അല്ലാത്ത ചില സ്മെല്ലൊക്കെ പുറപ്പെടുവിക്കുക. അത് ഈ പറയുന്ന പോലെ വേസ്റ്റ് മെല്ലൊക്കെ കൂട്ടിയൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഇത്തരം ബാഡ് സ്മെൽ, ബാഡ് ഓർഡേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ഇതാണ് ഇഫക്റ്റീവ് അറേഞ്ച്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ എവറി ഫാക്ടറി ടു ട്രീറ്റ് ദ വേസ്റ്റ് ആൻഡ് ഇഫ്ലുവൻസ്. വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ടായിക്കോട്ടെ, അവിടെ നിന്ന് പുറപ്പെടാൻ സാധ്യതയുള്ള സ്മെല്ലായിക്കോട്ടെ, ഇതെല്ലാം നമുക്കറിയാം. മാനുഫാക്ചറിങ് പ്രോസസ്സില് തീർച്ചയായിട്ടും ഇത്തരം വേസ്റ്റുകൾ ഉണ്ടാകും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്ന എല്ലായിടത്തും വേസ്റ്റ് ഉണ്ടാകും. നമ്മുടെ കിച്ചൺ ഒരു പ്രൊഡക്ഷൻ ഏരിയ ആണ് അല്ലെ, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലെ കിച്ചൺ, ദാറ്റ് മീൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മുടെ കിച്ചൺ. അവിടെ നമ്മൾ നോക്കിയേ, നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം എന്തോരം മാത്രം വേസ്റ്റ് ആണ്. ചായ ഉണ്ടാക്കുമ്പോൾ വേസ്റ്റ് വരുന്നുണ്ട് അല്ലെ, നമ്മൾ വെജിറ്റബിൾസ് പീൽ ഓഫ് ചെയ്യുന്നതിന് വേസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്, പാത്രങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ വേസ്റ്റ് ഉണ്ട്. അതുപോലെ എല്ലായിടത്തും പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്ത് നടക്കുന്നു അവിടെയൊക്കെ വേസ്റ്റ് ഉണ്ട്. പക്ഷേ ഹൗ വി മെയിൻറ്റെയിൻ ഓർ ഈ പറയുന്ന കാര്യങ്ങൾ വേസ്റ്റുകൾ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് എന്താ പറയാ നല്ല കാര്യം അല്ലെ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ
ഫാക്ടർ ആയിട്ടുള്ളത്. സോ ഫോർ ദാറ്റ് ഇവിടെ ഫാക്ടറീസിൽ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ വേസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ്, ഇത്തരം വേസ്റ്റുകൾ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ്, വേസ്റ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, അത് വിച്ച് വിൽ പ്രൊവൈഡ് ദം ഇന്നോക്വസ് ഓർ ഫോർ ദർ ഡിസ്പോസൽ. ഇന്നോക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നമ്മുടെ വിച്ച് ഈസ് നോട്ട് ഹാർംഫുൾ ടു അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന് ഹാർംഫുൾ അല്ലാത്ത രീതിയിൽ. ഇന്നോക്കസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് ആട്ടാ നോട്ട് ഹാർംഫുൾ, ഉപദ്രവകരമല്ലാത്ത രീതിയിൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യണമെന്നാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ചില അറേഞ്ച്മെന്റുകൾ ഇതിനു വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത്തരം ഇതൊക്കെ നടപടികളൊക്കെ സ്വീകരിക്കാതെ, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാതെ അലക്ഷ്യമായിട്ട് അവിടെയൊക്കെ വേസ്റ്റ് തളർന്നു, അവിടെ നിന്ന് വലിയ ദുർഗന്ധങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ഫാക്ടറീസിന് എതിരെ ഏത് രീതിയിലുള്ള എന്താ പറയുക നടപടികളും റൂൾസും വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ് എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും അത്തരം അറേഞ്ച്മെന്റിന് വേണ്ടി എന്ന് വെച്ചാൽ ഒന്നുകൂടി ശക്തമാക്കാനാണ്. കാരണം ഇത്തരം വേസ്റ്റ് ഒക്കെ നമ്മൾ തോന്നിയ പോലെ വലിച്ചെറിയുന്നു. ഇപ്പൊ ഫാക്ടറീസിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് എന്ത് ചെയ്യാണ്, വല്ല പുഴയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിസരത്തിന്റെ എന്താ പറയാ അവരുടെ ഫാക്ടറി മതിലിന്റെ പുറത്തേക്കോ ഒക്കെ തള്ളി വിടുകയാണ്. പരിസരത്തിൽ ഒരുപാട് ആളുകൾ എന്താ പറയാ ജീവിക്കുന്നുണ്ടായിരിക്കും അല്ലെ, ഒത്തിരി വീടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട് അവരും കൂടി ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അസുഖങ്ങളൊക്കെ പല രീതിയിൽ വരുമ്പോൾ അവരെ കൂടി അത് ബാധിക്കാൻ സാധ്യത. അതൊന്നും ഇല്ലാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ ഇവയൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾ പ്രകാരം they can make such arrangements. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന റൂൾസ് അനുസരിച്ച് അവര് അറേഞ്ച്മെന്റ്സ് അതിനുവേണ്ടി ചെയ്തിരിക്കണം എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇൻഫ്ലുവൻസില് സെക്ഷൻ 12 മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അപ്പൊ സെക്ഷൻ 12 ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ്. അതിനകത്ത് അറിയേണ്ട മീനിങ് നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം. ഇന്നോക്കസിന്റെ മീനിങ് ആണ്. അത് മാത്രമേ വേറെ പ്രശ്നമുള്ള വേർഡുകളൊന്നുമില്ല. വിച്ച് ഈസ് നോട്ട് ഹാർംഫുൾ എന്ന് വെച്ചാൽ ഏത് മാനുഫാക്ചറിംഗ് പ്രോസസ് നമ്മൾ ക്യാരി ഓൺ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ഹാർംഫുൾ ആകുന്ന രീതിയിലുള്ളതാകരുത്. അതിന്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ കാര്യത്തിലായിക്കോട്ടെ, മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല തരത്തിലുള്ള വേസ്റ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അത് മറ്റുള്ളവർക്ക് ഹാനികരമാകാൻ പാടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ചെയ്യണമെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 13 ആണ്. സെക്ഷൻ 13 പറയുന്നത് വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഫാക്ടറീസിൽ ഒരുപാട് വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അവർ ഒരു ഫാക്ടറിക്ക് അകത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് അകത്ത് പല പല സ്ഥലങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു. wherever they are, there should be circulation of air and also temperature to secure the workers. അതായത് ഒരു റീസണബിൾ ടെമ്പറേച്ചർ തങ്ങുന്ന രീതിയിൽ, അവരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ, മാത്രമല്ല ആവശ്യത്തിന് വെന്റിലേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വർക്കേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു അടച്ചു മൂട്ടി ഒരു ദ്വാരം പോലും ഇല്ലാതെ, ഒരു എന്താ പറയാ വിൻഡോ ഇല്ലാതെ തുറന്നു വരാനായിട്ട്, ഫ്രഷ് എയർ വരാൻ വേണ്ടി. എയർ എന്ന് പറയുമ്പോൾ അവിടെ എയർ ഉണ്ടല്ലോ, പിന്നെ ഇതിനെ പുറത്തുനിന്ന് എന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് നാച്ചുറൽ ആണ്. നമ്മുടെ ജനലൊക്കെ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ നല്ല വെയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ജനലും വാതിലൊക്കെ ഒന്ന് നന്നായി തുറന്നിടും അല്ലെ, നല്ല ഫ്രഷ് എയർ കയറാൻ വേണ്ടിയിട്ട് അകത്തേക്ക്. അപ്പൊ അതുപോലെയുള്ള സൗകര്യങ്ങൾ എന്തായാലും ഫാക്ടറീസിൽ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ. ആൻഡ് ഓൾസോ ഹാവ് ടു മെയിൻറ്റെയിൻ എ ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിൽ അവരെ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. മേ ബി അത്തരം ടു ഹോട്ടും അതുപോലെ ടു കൂളും, അതായത് ഭയങ്കര തണുപ്പൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു കാലാവസ്ഥയില്ല. ടു ഹോട്ട് ഉണ്ടാവാൻ സാധ്യത, ടു കൂൾ ആകുന്ന അത്രയും വലിയ തണുപ്പുള്ള ഒരു അവസ്ഥ കേരളത്തിൽ അങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. അത്തരം ഒരു വെതർ കണ്ടീഷൻ ഇറ്റ് മേ പ്രിവെന്റ് ദ ഇൻജുറീസ് ടു ഹെൽത്ത്. നമ്മൾക്ക് എന്താ പറയാ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളെയും തടയാൻ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ ആവശ്യത്തിന് ഫ്രഷ് എയർ നമ്മുടെ ഫാക്ടറിക്ക് അകത്തേക്ക് സർക്കുലേറ്റ് ചെയ്യാനും അനുവദിക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ സാധിക്കും എംപ്ലോയീസിനെ ഹെൽത്തി ആക്കാനായിട്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ദ റൂഫ്സ് ആൻഡ് വാൾസ്. ചില ഇതിന്റെയൊക്കെ പൊക്കത്തിൽ ഇങ്ങനെ ഭയങ്കര വലിയ ചൂട് പുറത്തേക്ക് പോകാതെ അകത്തേക്ക് തന്നെ കംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ചില മെറ്റീരിയൽസ് വെച്ച് റൂഫിംഗ് ഒക്കെ ചെയ്യും അല്ലെ. നമ്മുടെ വീടുകളിൽ നമ്മൾ റൂഫ് ഷീറ്റ് വർക്ക് ചെയ്യും. പക്ഷെ അതിന്റെ താഴെ നമുക്ക് കിടന്ന് ഉറങ്ങുന്ന ഒരു ബെഡ്റൂമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഇന്റീരിയറിൽ വല്ലതൊക്കെ ചെയ്യണം അല്ലെ, എന്നല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ചൂടിന് ഇത് മൊത്തം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അതിന്റെ അകത്ത് കിടക്കുന്ന ആളുകളെ എന്താ പറയാ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കാൻ സാധ്യതയുണ്ട്. സോ ഫാക്ടറീസിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥലത്ത്
ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വാൾസും റൂഫ്സും ഒക്കെ വളരെ നല്ല മെറ്റീരിയൽസ് കൊണ്ട് എന്താ പറയാ ഉണ്ടാക്കി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതായിരിക്കണം. ആൻഡ് ഓൾസോ it should be designed to control the temperature. ടെമ്പറേച്ചർ ഒക്കെ ഒരു പ്രത്യേക രീതിയിലേക്കാൾ കൂടുതലാകാൻ പറ്റാത്ത രീതിയിലും ഒക്കെ ആയിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് സെക്ഷൻ 13 പറയുന്നത് വെന്റിലേഷനും ടെമ്പറേച്ചറും. ക്ലിയർ ആയോ? അധികമായി കഴിഞ്ഞാൽ ചൂട് അധികമായാലും പല അസുഖങ്ങൾ വരും. ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന പല രോഗങ്ങൾ നമുക്കറിയാലോ അല്ലെ? ചൂടത്ത് വരുന്ന പല രോഗങ്ങളും ഉണ്ട്. അപ്പോ അതാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് പറഞ്ഞോട്ടെ. സെക്ഷൻ 14 ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്. പൊടിപടലങ്ങളും പുകയും ഒക്കെ അല്ലെ? പൊടിപടലങ്ങൾ വീണ്ടും നമുക്കറിയാം പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ്. ഫാക്ടറീസിലൊക്കെ ഒരുപാട് മാനുഫാക്ചറിങ് പ്രോസസ് നടക്കുന്നുണ്ട്. സോ there may be dust and fumes. അപ്പോ പലതരത്തിലുള്ള പൊടിപടലങ്ങള്, പിന്നെ പുക അല്ലെ, പലതരത്തിലുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് വരെയും എന്താ പറയാ ഒമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇതുണ്ട്, ഫാക്ടറീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെയാണെങ്കിൽ എന്ത് പറ്റും? while we are inhaling all this, ഇതൊക്കെ നമ്മളുടെ ശ്വസിച്ച് നമ്മുടെ ശ്വാസകോശത്തിന് പലതരത്തിലുള്ള രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് എക്സോഷനോ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻസ് വെക്കാം. അതല്ലെങ്കിൽ ഇന്റേണൽ കമ്പീഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും അകത്ത് തന്നെ അതിനെ ഡിസ്പോസ് ചെയ്ത് വലിച്ചെടുത്ത് അതൊക്കെ കംപ്രസ് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള എൻജിൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം. ഇന്ന് മോഡേൺ ആയിട്ടുള്ള ഒത്തിരി എക്യുപ്മെന്റ്സ് അങ്ങനെയുണ്ട് അല്ലെ? നമ്മളുടെ അകത്ത് പൊടിയൊക്കെ തന്നെ കഴിഞ്ഞാൽ പൊടിയിലൊക്കെ വലിച്ചെടുക്കാൻ പറ്റിയ ക്ലീനേഴ്സ് ഒക്കെ ഉണ്ടല്ലേ നമ്മുടെ വീടുകളിലൊക്കെ അല്ലെ? ക്ലീൻ ചെയ്യുന്ന പലരും. അപ്പൊ അതുപോലെ പൊടിയൊക്കെ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ള എൻജിൻസ് ഉണ്ട് ഇന്ന്. മാത്രമല്ല പുറത്തേക്ക് പോകുന്ന പുകയൊക്കെ ആണെങ്കിലും അതിനെ കംപ്രസ് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുന്നതിനൊക്കെ പ്രത്യേകം ഒരു എന്താ പറയാ ലിമിറ്റ് ഉണ്ട്. ഇത്രയധികം പുകയോ പൊടിപടലങ്ങളോ ഒക്കെ എന്താ പറയാ കൺട്രോൾ ഇല്ലാതെ വരുന്ന ഫാക്ടറീസിലൊക്കെ ഇതിന് പല നടപടികളും സ്വീകരിക്കും. പരിസരവാസികൾക്ക് പറ്റില്ല അത് അല്ലെ? അതിന്റെ നിയർ ബൈ ഫാക്ടറീസിന്റെ ചില ഇൻഡസ്ട്രീസിന്റെ ഒക്കെ അടുത്ത് താമസിക്കുന്നവർക്ക് ഇതൊക്കെ ശ്വസിച്ചിട്ട് പല ഹെൽത്ത് ഇഷ്യൂസും വരുന്നുണ്ട്. സോ ദെൻ കംപ്ലൈന്റ് അവരെന്ത് ചെയ്യും? അപ്പൊ കംപ്ലൈന്റ് കൊടുക്കും. കുറച്ച് വീട്ടുകാരൊക്കെ ഒരുമിച്ച് ചേർന്നത് കംപ്ലൈന്റ് കൊടുക്കും. ഈ ഫാക്ടറിയോട് വന്നിട്ട് ഞങ്ങൾക്ക് ഈ വീട് ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ പല അസുഖങ്ങളും നമ്മൾ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എറണാകുളം എന്താ പറയാ ടൗൺ ഏരിയയിലൊക്കെ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഇങ്ങനത്തെ ഉണ്ട്. അപ്പൊ അവിടുത്തെ പരിസരവാസികൾക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ആളുകൾ പറഞ്ഞ് നമുക്ക് അറിയാം. ചില ആളുകൾ നമുക്ക് നേരിട്ടറിയാവുന്ന ആളുകളുണ്ട്. അങ്ങനെ അവര് പറഞ്ഞപ്പോ മുഖത്തൊക്കെ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ പിഗ്മെന്റേഷൻ പോലെ ഭയങ്കര കറുത്ത പാടുകളൊക്കെ നല്ല വെളുത്തിരുന്നിരുന്ന ആളുകളെ പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോ അവര് പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. അപ്പൊ അതിന്റെ അടുത്ത് അവർക്ക് എന്തോ ഒരു ഫാക്ടറി ഉണ്ട്. ഇവര് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ കണ്ടടുത്ത് അവിടെ നിന്ന് ഉണ്ടാകുന്ന ഇത് എന്താ പറയാ മുഖത്തടിച്ചിട്ടോ അങ്ങനെ വന്നതാണെന്ന് പെട്ടെന്ന് അത്ര പെട്ടെന്നാ വന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമ്മളുടെ ഹെൽത്തിന് ഇൻജൂറിയസ് ആണ്. അപ്പൊ പുകയായിക്കോട്ടെ പൊടിയായിക്കോട്ടെ ചിലപ്പോ നമ്മളതിനെ ഇച്ചിരി പൊടിയല്ലേ പുകയല്ലേ, പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി ഇൻഹേൽ ചെയ്യുന്നവർക്കും ഇതെല്ലാം സഫർ ചെയ്യേണ്ടി വരുന്നവർക്കുമാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുക. സോ ദ ഫാക്ടറീസ് ഹാവ് ടു മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ഇന്റേണൽ കമ്മ്യൂഷൻ. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അകത്ത് തന്നെ വെച്ചിട്ട് അതിനെയൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ കമ്പ്യൂസ്ഡ് കളയും എന്ന് വെച്ചാൽ എരിയിച്ച് കളയുന്ന രീതിയിലൊക്കെ വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് they have not to allow the accumulation of dust and fumes. ഈ ഡസ്റ്റും ഫ്യൂമും ഒക്കെ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടി അവിടെ എന്താ പറയാ ഒരു പൊടി ഭയങ്കര ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ വർക്കേഴ്സിന്റെ ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കും. ക്ലിയർ ആയോ? സെക്ഷൻ 14 ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 ആണ് കേട്ടോ. 15 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ഒരു ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. എന്ന് സെക്ഷൻ 15 സബ്സെക്ഷൻ 1 അതിന്റെ ഉള്ളിൽ വേറൊരു സെക്ഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടാറില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2 അതിലെ പോയിന്റുകൾ ഇങ്ങനെ എഴുതുമ്പോ എ ബി സി എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻ പോലെ വരും. അതുകൊണ്ട് തന്നെ സെക്ഷൻസ് ഓൾസോ ഇൻക്ലൂഡ് സബ്സെക്ഷൻസ്. സെക്ഷൻസിൽ പല സബ്സെക്ഷൻസും ഉണ്ടാകാറുണ്ട്. ഈ ആക്ടുകളിലൊക്കെ അങ്ങനെയാണ് പല നിയമങ്ങളിലും. ഇവിടെ ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ ആണ് അടുത്തത് 15 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഗവൺമെന്റ് തന്നെ അവലംബിക്കുന്ന കാര്യമാണ്. സെക്ഷൻ 15 ഓഫ് ദ ഫാക്ടറീസ് ആക്ട് 1948. ഇറ്റ് സ്ട്രെസ് ടു മേക്ക് റൂൾസ് പ്രിസ്ക്രൈബിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹ്യൂമിഡിഫിക്കേഷൻ. എത്രത്തോളം ഹ്യൂമിഡിറ്റി ആ എന്താ പറയാ പരിസരത്ത്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമിഡിറ്റി എന്താ പറയാ ഇപ്പൊ ചൂട് ആണെങ്കിലും, അതായത് ചൂടിനെ
ഭയങ്കരമായിട്ടൊക്കെ എന്താ പറയാ ഭയങ്കര ചൂടൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്ന വെച്ചാൽ വേർക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പൊ എത്രത്തോളം നമ്മൾക്ക് ചൂടിനെ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ചൂട് കൂടി കഴിയുമ്പോൾ അതിനെ ആർട്ടിഫിഷ്യലി നമുക്ക് എങ്ങനെ ഹൗ ക്യാൻ ബി റെഗുലേറ്റഡ്, എങ്ങനെ നമുക്ക് കൃത്രിമമായിട്ട് അതിനെ കുറയ്ക്കാൻ സാധിക്കും, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലാണോ അത് അനുശാസിക്കണം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ആ എന്താ പറയാ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 ഫാക്ടറീസ് ആക്ട് ഓൾറെഡി പ്രസ്താവിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൾസോ ഹാസ് എംപവേർഡ് ദിസ് റൂൾ. ഈ റൂള് എന്താ പറയാ അവരും കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ ഈ ഹ്യൂമിഡിറ്റി നിലനിർത്താനായിട്ട് പറ്റുന്നില്ല എങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ എന്താ പറയാ ഈ പറഞ്ഞ വർക്കേഴ്സ് വരും. വർക്കേഴ്സ് വരുമ്പോ ഒരു കൂട്ടം ആളുകളൊക്കെ വർക്ക് ചെയ്യാതെ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പൊ നെക്സ്റ്റ് പിടിച്ചൊക്കെ വരുമ്പോ ചിലപ്പോൾ ഇവിടുത്തെ ഈ ഹ്യൂമിഡിറ്റി ഓഫ് എയർ കൊണ്ടാണ് ആളുകൾക്ക് ഇത്തരം ഇഷ്യൂസ് വരുന്നതെന്ന് പഠനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ നോക്കി സൂപ്പർവൈസേഴ്സോ ചീഫ് ഇൻസ്പെക്ടറോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫാക്ടറിക്കെതിരെയൊക്കെ ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഓക്കെ, സോ ദേ ഹാവ് ടു അഡോപ്റ്റ് പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ്സ് ടു സെക്യൂർ ആഡക്വേറ്റ് വെന്റിലേഷൻ ആൻഡ് ഓൾസോ കൂളിംഗ് ഓഫ് ദ എയർ. എയറിനെ കൂളാക്കാനും ആവശ്യത്തിന് വെന്റിലേഷൻ ഒക്കെ കൊടുത്തിട്ടാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും വർക്ക് റൂംസ് ഒക്കെ ഇതുപോലെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 15 സബ്സെക്ഷൻ 1. ക്ലിയർ ആയോ? 15ാമത്തെ സെക്ഷൻ ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം. അത് സെന്റൻസ് കൂടുതലുള്ളത് കൊണ്ട് ഒന്ന് വെറുതെ വായിച്ചു നോക്കിയേക്ക്. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൃത്രിമമായ ഹ്യൂമിഡിറ്റി ഉണ്ടാക്കുക. ആഡക്വേറ്റ്, അതായത് കൂടുതൽ ഹ്യൂമിഡിറ്റി എയറിൽ ഉണ്ടാകുമ്പോൾ ചൂട് ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അത് മനുഷ്യന്മാരിലേക്ക് അത് കേൾക്കാം. പ്രത്യേകിച്ച് ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് അവര് ഓൾറെഡി ചെയ്യുന്ന വർക്കിന്റെ ചൂടുണ്ട്, അന്തരീക്ഷവും അതനുസരിച്ച് അവർ ആയിരിക്കുന്ന സ്ഥലത്ത് ചൂടും കൂടുതൽ വരും. ഇത് മുഴുവനും ഏൽക്കേണ്ടി വരുന്നത് അവരുടെ ബോഡിയിലേക്കാണ്. സോ അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളും പുറത്തേക്ക് ചാടും. അങ്ങനെയുള്ളത് ഒഴിവാക്കാനാണ് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ ഉപയോഗിച്ച് ആ എയറിന്റെ എന്താ പറയാ ചൂടിനെ കുറയ്ക്കുക. അതിന് പ്രോപ്പർ വെന്റിലേഷൻ കൊടുത്ത് കുറയ്ക്കാം. ഉള്ളിലുള്ള ചൂടിനെ ഇല്ലാതാക്കുന്ന ടെക്നോളജി എന്തുകൊണ്ടെങ്കിലും അതും അവലംബിക്കാം. മനസ്സിലായോ? മനസ്സിലായല്ലോ? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ, overcrowding section 16 ആണ്. Overcrowding is also another problem faced by the workers in the factory. ഫാക്ടറിയിലൊക്കെ ആവുമ്പോ ഇല്ലേ ഈ ജോലിക്കാർക്ക് കൊടുത്തിരിക്കുന്ന അവരെവിടെയാണ് ജോലി ചെയ്യേണ്ടത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എത്ര സ്ഥലത്ത് എത്ര ആളുകൾ, അതിനൊരു പ്രത്യേക എണ്ണമൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ചെറിയ ഒരു സ്പേസ് കൊടുത്തിട്ട് ഇത്രയും അധികം ആളുകൾ ഈ സ്ഥലത്ത് ഇരുന്നാണ് ജോലി ചെയ്യേണ്ടത്. യു ഹാവ് ടു ഡു യുവർ വർക്ക് ഇൻ ദിസ് പ്ലേസ്. ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറാൻ പാടില്ല. സി, ഇതും പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. കാരണം ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്ഥലത്ത് ഇരിക്കേണ്ട ആളുകളുടെ എണ്ണം ആ ഏരിയക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കണം. ഒരു 10 പേര്, കാരണം ആ 10 പേർക്ക് ഇരുന്ന് ചെയ്യാനുള്ള ജോലി അവിടെ അത്രയും പേർക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അതല്ലാതെ 10 പേര് ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു 50 പേരെ കുത്തിക്കയറ്റിയിട്ടിട്ട് ജോലി ചെയ്തോ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും അവരും ഉണ്ടായിരിക്കും. സോ ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യണം. വർക്കേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ ദെയർ ജോബ്. ജോലിക്ക് വേണ്ടി ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണം ആളുകളെ ഒരു സ്ഥലത്ത് ഒറ്റ ടൈം എത്തി ജോലി ചെയ്യിപ്പിക്കാതിരിക്കരുത്. ഓവർ ക്രൗഡിങ് പല രീതിയിലും ഒഴിവാക്കേണ്ടത് ഫാക്ടറീസിനോട് എടുത്തു പറഞ്ഞിരിക്കുന്നു സെക്ഷൻ 16 ഓഫ് ഓവർ ക്രൗഡിങ് എന്ന് പറയുന്ന കാര്യത്തിൽ. മനസ്സിലായി? ഓവർ ക്രൗഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചില വയ്യായ്ക വരുമ്പോ ആളുകൾ ഇങ്ങനെ കഴിഞ്ഞു വീഴുക അല്ലെങ്കിൽ തലച്ചുറ്റി വീഴുമ്പോ എല്ലാം കൂടി വന്ന് ഇങ്ങനെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി വന്ന് അതിന്റെ വീടേ വരും. അങ്ങനെ വീണ് കിടക്കുന്ന ആൾക്ക് അന്നേരം വേണ്ടത് എന്താ? ഒരു ചെറിയ കാറ്റോ വെളിച്ചോ അല്ലെ, അതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ വന്ന് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി സഫോക്കേഷൻ കൂടുള്ളൂ ആൾക്ക്. ആ വീണ് കിടക്കുന്ന ആൾക്ക് ഒരു എന്താ പറയാ ഇതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ആ കണ്ടീഷന്. അപ്പൊ അതിനേക്കാൾ ബെറ്റർ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാവരും മാറിയിരിക്കോ, 1-2 പേര് വന്നിട്ട് അതിനെ തട്ടുകയോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്യാം. അല്ലെ, അപ്പൊ കാറ്റും ഇതുപോലെ തന്നെ എയറൊക്കെ പാസ് ചെയ്ത് വേണം ആൾക്ക് അതിന്റെ ആ ഒരു ഇതിലേക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെയൊക്കെയാണ് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ നമ്മള് ഫാക്ടറീസിലും ഇൻഡസ്ട്രീസിലും ഒക്കെ ഇത് പണ്ട് നടന്ന കാര്യമാണ്. ഇപ്പൊ ഇതൊന്നും ഓവർ ക്രൗഡിംഗ് ഒന്നും അത്ര വലിയ
കാര്യമായിട്ടില്ല. കാരണം ഇനഫ് സ്പേസ് ഉണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, ഏത് ഓർഗനൈസേഷനിലായിക്കോട്ടെ, ഫാക്ടറീസിലായിക്കോട്ടെ. പണ്ടൊക്കെ അങ്ങനെയല്ല, എന്താ പറയാ, ഒരു ജോലി ഫാക്ടറി പോയി ജോലി ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഒരുമിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്തു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള രോഗികളായി മാറി, അധികം ദീർഘായുസില്ലാതെ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും പറയുന്നു, നിയമം വരുന്നത് എങ്ങനെയാ? എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോഴാണ് നിയമം വരിക. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവന്റ്, ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണ് അത് പിന്നീട് അത് നിയമമായിട്ട് വരിക, അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഇഷ്ടംപോലെ കേസുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന്മാരാണെങ്കിൽ ഓരോ ദിവസം പ്രതി ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അത്തരം കണ്ടുപിടിക്കലുകൾ അവരിങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോ പലതരത്തിലെ തെറ്റുകളായിരിക്കും. തെറ്റുകൾ എന്ത് ചെയ്യും? പിടിക്കപ്പെടും. ആ പിടിക്കപ്പെട്ട തെറ്റുകളെ പിന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ വേണം. അതിനെന്താണ് ഒരു പ്രതിവിധി, അല്ലെങ്കിൽ അതിൽ നിന്ന് അപ്പൊ അത് എന്താണ്, തെറ്റാണ്, അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല, അതൊരു നിയമമായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് പല ആക്ട്സ് വരും. ഇതും അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ് ഓൾസോ കോസ് മെനി ഹെൽത്ത് ഇഷ്യൂസ് ഇൻ വർക്കേഴ്സിന്റെ ഹെൽത്തിന് പലതരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത് ഫാക്ടറീസിൽ പാടില്ല എന്ന് സെക്ഷൻ 16 എടുത്തു പറയുന്നത്. സോ ദേ ഹാവ് ടു ടേക്ക് മെഷേഴ്സ് ടു അവോയ്ഡ് ഓവർ ക്രൗഡിങ്. ഫാക്ടറീസ് അപ്പം ഇതുപോലെ കുന്നുകൂട്ടി ആൾക്കാരെ ഇട്ടിട്ട് ജോലി ചെയ്യിപ്പിക്കരുത്. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? മനസ്സിലായോ? യെസ്. അടുത്തത് ലൈറ്റിംഗ് സെക്ഷൻ 17 ആണ്. ലൈറ്റിംഗ് വെട്ടവും വെളിച്ചവും ആവശ്യത്തിന് വേണം. സൗണ്ട് ആൻഡ് അല്ലെ, സൗണ്ട് ആൻഡ് ലൈറ്റ് അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് വെളിച്ചം ആവശ്യത്തിന്. നമുക്കറിയാം, while they are doing work, the workers must not given eye strain. എന്ത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കണ്ണുകൾക്ക് ഭയങ്കര സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാകരുത്. എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെട്ടമിട്ട് കൊടുത്തോളൂ. ഇപ്പൊ ഈ ലൈറ്റ് ഒന്നും ഇടാൻ പാടില്ല. ഇവിടെ ഇന്ന് ക്ലാസ് എടുത്തോളണം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കേണ്ടി വരും, എന്താണ് സിസ്റ്റത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ, അല്ലെ? കാരണം എപ്പോഴും കുട്ടികളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ടി വി ഒക്കെ നമ്മൾ കാണുമ്പോൾ ചില കുട്ടികൾ രാത്രിയൊക്കെ കുട്ടികൾ കാണുമ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ലൈറ്റ്സും ഓഫ് ചെയ്യും. ടിവിയുടെ മാത്രം റേസ് ആണ് ഇങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ടി വി കണ്ടുകൊടുക്കുമ്പോൾ ആ ടിവിയുടെ സ്ഥലത്ത് മാത്രം വെട്ടുള്ളൂ. അങ്ങനെ പാടില്ല. ലൈറ്റ് ഓൺ ചെയ്തിട്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടത്, അല്ലെ? അപ്പോ നമ്മുടെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യും. എന്ത് ജോലിയായാലും അങ്ങനെ തന്നെ. അപ്പോ വർക്കേഴ്സിന് in order to avoid eye strain, the act provides that light arrangements should be provided in the factories. ഫാക്ടറീസിലൊക്കെ എന്തായാലും നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കണം. ഇനി ലൈറ്റ് അറേഞ്ച്മെന്റ് കൂടാതെ നമുക്ക് ജനലൊക്കെ ഓപ്പൺ ചെയ്ത്, വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് സഫീഷ്യന്റ് നാച്ചുറൽ എയർ, അതുപോലെ നാച്ചുറൽ ലൈറ്റ്, സൺലൈറ്റ് ഒക്കെ ആവശ്യത്തിന് കയറി പറ്റാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചെയ്യാം. ഓക്കെ. അപ്പൊ പകല് വെളിച്ചം ഈ ലൈറ്റ് വെച്ചോണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. പുറത്തൊന്നും നല്ല വെളിച്ചം വരുന്നുണ്ട്, അപ്പൊ ജനലൊക്കെ ഓപ്പൺ ചെയ്ത് ഈ ലൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് പവർ സേവ് ചെയ്യാം. സൺലൈറ്റിനെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് മാത്രമല്ല, ഇത്തരം ഫാക്ടറീസിൽ ജോലി ചെയ്യുമ്പോൾ വിൻഡോസ് ഒക്കെ ഗ്ലേസ്ഡ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചില്ലിട്ട വിൻഡോസ് ഒക്കെ ആണെങ്കിൽ, മരത്തിന്റെ ഒക്കെ വിൻഡോസ് ഇപ്പൊ അധികം ഇല്ല എങ്കിലും എടുത്തു പറയുന്നു, അത് അന്നത്തെ കാലത്താണ്. മരത്തിന്റെ ആണല്ലോ, വിൻഡോസ് മരത്തിന്റെ ആണെങ്കിലും അതിന്റെ പാനൽ മാത്രമേ മരത്തിന്റെ ഉള്ളൂ. ഇപ്പൊ ബാക്കിയുള്ള ഭാഗമൊക്കെ ഗ്ലാസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഒക്കെ. പണ്ട് അങ്ങനെയല്ല, ജനല് മൊത്തത്തില് മരം തന്നെയായിരുന്നു. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനത്തെ ജനൽ കണ്ടിട്ടുണ്ടോ? മൊത്തം മരം. ഉണ്ട്. അപ്പൊ എന്ത് പറ്റും, ജനൽ മൊത്തത്തോടെ തുറന്നിടേണ്ടി വരും. പക്ഷെ ഇൻ സം കേസസ് വി കനോട്ട് ഓപ്പൺ ദർ വിൻഡോസ്. ചില സമയത്ത് നമുക്ക് ജനലിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ വെളിച്ചം കിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് തന്നെ നമ്മൾ ഇടേണ്ടി വരും, അല്ലെ? നമ്മുടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് തന്നെ ഇടേണ്ടി വരും. അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അങ്ങനെ ഇടേണ്ടി വരും. അതേസമയം ഈ പകൽ വെളിച്ചത്തിൽ നല്ല വെട്ടം പുറത്തുണ്ടെങ്കിൽ അത് നമ്മുടെ അകത്തേക്ക് വരാൻ നമുക്ക് പറ്റുന്ന ഒരു ഇടമാണെങ്കിൽ, വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യും, ലൈറ്റ് കടത്തി വിടുമല്ലോ, അല്ലെ? കണ്ടക്ടറാണ്, ഗുഡ് കണ്ടക്ടർ ഓഫ് ലൈറ്റ് ആണ് നമ്മുടെ ഈ ഗ്ലാസ് ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും സ്കൈ ലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ലൈറ്റ് ആയിട്ട് വർക്ക് റൂമിൽ ഉപയോഗിക്കാം. ആൻഡ് മാത്രമല്ല, while using this, the glass or the വിൻഡോസിന്റെ ഒക്കെ ഗ്ലാസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. അതിന്റെ സർഫസ് ഒക്കെ എപ്പോഴും തൂത്ത് തുടച്ച്, പൊടിയൊക്കെ പിടിച്ചിരുന്ന അപ്പോഴും ഗുഡ് കണ്ടക്ടർ ആവില്ല, ലൈറ്റ് പാസ് ചെയ്യില്ല. കാരണം പൊടി പിടിച്ചിരിക്കുകയാണല്ലോ. പൊടിയൊക്കെ തൂത്ത് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്, എന്താ പറയാ, ഉപയോഗിക്കാനായിട്ട്. എന്നാലാണ് അത് വ്യക്തമായിട്ട് ലൈറ്റ് ഒക്കെ അകത്തോട്ട് കയറി വരുള്ളൂ. ആൻഡ് അത് പറഞ്ഞിരിക്കുന്നത് സബ്സെക്ഷൻ 3-ലാണ്. സെക്ഷൻ 17 സബ്സെക്ഷൻ 3-ല് കുറെ റൂൾസ് അതിന് വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞിട്ടുണ്ട്. ടു ബി they have to allow light
to be free from obstruction. മറ്റ് പലതരത്തിലുള്ള തടസ്സങ്ങളെ ഒഴിവാക്കാനായിട്ട് ലൈറ്റ് ഫ്രീ ആയിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് സെക്ഷൻ 17 3 എന്ന് പറയുന്ന സബ്സെക്ഷനിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നതിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോ അവിടെ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇതിന്റെ ജസ്റ്റ് കാര്യം എന്ന് അറിഞ്ഞാൽ മതി. എന്താണ് ലൈറ്റിംഗ് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് കണ്ടീഷൻസിൽ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയിക്കോട്ടെ, സ്കൈലൈറ്റ് ത്രൂ വിൻഡോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോത്ത് രണ്ടും ആയിക്കോട്ടെ, ഏത് രീതിയിലായിരിക്കും അവർക്ക് വെട്ടാൻ. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ സെക്ഷൻ 17? വായിച്ചോ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് സെക്ഷൻ 18 ആണ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളം. ഇതും വേണം ആവശ്യത്തിന് അല്ലെ? സൂട്ടബിൾ പോയിന്റ്സ്, അതായത് എല്ലാ ഫാക്ടറികളിലും ആവശ്യത്തിന് വെള്ളം കൊടുക്കണം ആളുകൾക്ക്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ അല്ല, ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളൊക്കെ കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ടുപോകും അല്ല, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മളുടെ കയ്യിലൊരു ബാഗിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കിട്ടും. പക്ഷെ എന്താ പറയാ, ജെൻസ് ആയിട്ടുള്ളവര്, അതായത് ആണുങ്ങൾ പുരുഷന്മാരായിട്ടുള്ളവരൊക്കെ ഇത് വെള്ളം കൊണ്ടുപോകലൊക്കെ ഇല്ലാന്ന് തന്നെ പറയാം. കുറവൊന്നല്ല, ഇല്ലാന്ന് തന്നെ പറയാം, അത് കൊണ്ടുപോകില്ല. സോ പക്ഷെങ്കിലും ദേ ഹാവ് ടു ഡ്രിങ്ക് വാട്ടർ അല്ലെ, നല്ല കുടിവെള്ളമൊക്കെ വേണം അവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ. സോ ഡ്രിങ്കിങ് പോയിന്റുകൾ, സൂട്ടബിൾ പോയിന്റ്സ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം കുടിവെള്ളത്തിനുള്ള സൂട്ടബിൾ പോയിന്റുകൾ ഫാക്ടറിയിൽ. ഇപ്പൊ ഒരു സ്ഥലത്ത് മാത്രം കുടിവെള്ളം വെക്കുന്നു, ഏത് നിലയിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാരാണെങ്കിൽ എല്ലാവരും കൂടി ഈ പറയുന്ന ഡ്രിങ്കിങ് പോയിന്റിലേക്ക് വെള്ളത്തിന് വരിക എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെ? അത്രയധികം എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അവരുടെ ജോലി സമയത്തെ കൂടി അതൊക്കെ ബാധിക്കും. മോളിൽ നിന്ന് തുടങ്ങി താഴെ വന്ന് ഇത് കുടിച്ചിട്ട് പോകുക എന്നുള്ളതൊക്കെ. അപ്പൊ അതിനേക്കാൾ ഉപരി എന്താണ്, സൂട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ പോയിന്റ്സുകൾ ഫാക്ടറിയിൽ എവിടേക്കാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്റെ ഇനി മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി ലെജിബിളി മാർക്ക്ഡ്. ഇത് ഡ്രിങ്കിങ് വാട്ടർ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. മറ്റു വെള്ളമൊക്കെ ഉണ്ടായിരിക്കും, മറ്റ് യൂസസിന് പാത്രം കഴുകാനോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു ഗ്ലാസ് കഴുകാനോ ഒക്കെ ആണെങ്കിൽ ആ വെള്ളം ചിലപ്പോൾ വേറെ ഉണ്ടായിരിക്കും. ഡ്രിങ്കിങ് വാട്ടർ സ്പെസിഫൈ ചെയ്ത് നന്നായി മാർക്ക് ചെയ്തിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി away from urinals and latrines. യൂറിനൽ ലാട്രിൻ എന്താ പറയാ ബിൽഡിങ് അല്ലെങ്കിൽ ഷെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ അടുത്ത് കൊണ്ടുപോയി ഡ്രിങ്കിങ് വാട്ടർ പോയിന്റ് വെക്കാൻ പാടില്ല. അതിൽ നിന്ന് ഒരുപാട് ദൂരത്തിലായിരിക്കും. ആളുകൾക്ക് ഇഷ്ടാവില്ല അങ്ങനെയൊക്കെ വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. ആൻഡ് ഓൾസോ ഇഫ് ദർ ആർ മോർ ദാൻ 250 വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറി, ഏതെങ്കിലും ഫാക്ടറീസിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ 250 എണ്ണം ആളുകൾ വർക്കേഴ്സിനേക്കാൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂളിംഗ് ഡ്രിങ്കിങ് വാട്ടറും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇത്തിരി തണുത്ത വെള്ളം. കാരണം 100-250 ആളുകളൊക്കെ ആകുമ്പോൾ തന്നെ ആ പ്രദേശം തന്നെ ചൂട് പിടിച്ചു നന്നായിട്ട്. കാരണം ആളുകളുടെ ടെമ്പറേച്ചർ തന്നെ അത്രയും വർദ്ധിക്കും അല്ലെ? അപ്പൊ അതനുസരിച്ച് അറ്റ്മോസ്ഫിയറും ഒത്തിരി നല്ല ഹോട്ടിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒന്ന് തണുക്കാനായിട്ട് ഡ്രിങ്കിങ് വാട്ടർ വേണ്ടവർക്ക് അത് കുടിക്കാം. അതിന് വേണ്ടിയിട്ട് 250-ൽ കൂടുതൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ പറയുന്ന റൂൾസ് എല്ലാം തന്നെ അവരുടെ കംപ്ലയൻസിന്റെ രീതിയിൽ ഈ പ്രൊവിഷൻസിലെ സെക്ഷൻ 18 പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അവരുടെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റീസ് ചിലപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് പരിശോധിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇന്ന ഇത്രയും ഫാക്ടറി വർക്കേഴ്സ് ഉണ്ട്, അത്രയും എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് ഇന്ന സ്ഥലത്തൊക്കെ ഡ്രിങ്കിങ് പോയിന്റ് ഉണ്ട്, അത് യൂറിനൽസിന്റെ യാത്രൽസിന്റെ അടുത്തല്ല എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് എന്താ പറയാ, തെറ്റിക്കുന്ന പക്ഷം, തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഫാക്ടറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് they can take actions, അതിനെതിരെ നടപടികൾ എടുക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഡ്രിങ്കിങ് വാട്ടർ ക്ലിയർ അല്ലേ? ആ കൂളിംഗ് ഇതില്ലേ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്, കൂളിംഗ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ വേർ മോർ ദാൻ 250 വർക്കേഴ്സ് ആർ എംപ്ലോയിഡ്. കൂളിംഗ് വാട്ടർ ഫെസിലിറ്റീസ് വേണം എങ്ങനെയാണെങ്കിൽ 250 വർക്കേഴ്സിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ. അതൊന്നും അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ഡ്രിങ്കിങ് വാട്ടറിന്റെ സെക്ഷൻ 18 ആണ്. നെക്സ്റ്റ് വൺ സെക്ഷൻ 19, ലാട്രിൻസ് ആൻഡ് യൂറിനൽസ്. ലാട്രിൻ അപ്പൊ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞു ലാട്രിന്റെയും യൂറിനൽസിന്റെ ഒക്കെ
ആ പരിസരത്താകരുത് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ പോയിന്റുകൾ, അതിന് ഒരുപാട് ദൂരത്തായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫാക്ടറീസിൽ എന്തുണ്ടായിരിക്കണം? തീർച്ചയായിട്ടും ലാട്രിൻസും യൂറിനൽസും ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ഫാക്ടറിയിൽ ഏതെങ്കിലും ഒരു ലാട്രിനും ഒരു യൂറിനലും മതിയോന്നാണോ? അല്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ 19 ഓഫ് ദ ഫാക്ടറീസ് ആക്ട് 1948 എല്ലാ ഫാക്ടറിയിലും സഫീഷ്യന്റ് ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് അക്കോമഡേഷൻസ് തീർച്ചയായിട്ടും വേണം. അത് പ്രിസ്ക്രൈബ്ഡ് ടൈപ്പില്, ഇന്ത്യൻ രീതിയിലാണോ അല്ല യൂറോപ്യൻ രീതിയിലുള്ളതാണോ ഏത് ടൈപ്പിലാണെന്ന് കൃത്യമായി പ്രിസ്ക്രൈബ് ചെയ്ത്, അതും മാത്രമല്ല കൺവീനിയന്റ് ആയിട്ട് നമുക്കത് പോയി ഉപയോഗിക്കാനും എല്ലാ വർക്കേഴ്സിനും ആക്സസിബിൾ ആകുന്ന രീതിയിലും ഉള്ളത് ആയിരിക്കണം. ചില ഫാക്ടറീസിൽ എന്താ പറയാ, ചില ഫാക്ടറീസിലെ ചില ജോലിക്കാർക്ക് they may not be aware of how to use European closets അല്ലെ, അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവർക്കും തന്നെ അത് അറിയണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് അത് അത്ര ഇഷ്ടവുമാകില്ല. സോ ഏത് ടൈപ്പ് ഓഫ് കൺവീനിയന്റ് ആകുന്ന എല്ലാ വർക്കേഴ്സിനെയും കൺവീനിയന്റ് ആകുന്ന രീതിയിൽ നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ വലിയ മാൾസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വി ക്യാൻ സീ ബോത്ത് ടൈപ്പ് ഓഫ് യൂറിനൽസ് ഓർ ലാട്രിൻസ് ഒക്കെ നമുക്ക് രണ്ട് രീതിയിലുള്ളതൊക്കെ കാണാം. കാരണം എന്താ, ചില ആളുകൾക്ക് they യൂസ് ഓൺലി ദിസ് ടൈപ്പ്, ഇത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളവരുണ്ടാകും. ചിലർക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവരുണ്ടായിരിക്കും, ചിലർക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ അതനുസരിച്ച് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന പോലെ ഉള്ളതായിരിക്കണം. മാത്രമല്ല സെപ്പറേറ്റ് എൻക്ലോസ്ഡ് യൂറിനൽസ് ആൻഡ് ലാട്രിൻസ് ഫോർ മെയിൽ വർക്കേഴ്സ് ആൻഡ് ഓൾസോ ഫീമെയിൽ വർക്കേഴ്സ്. സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാർക്കായിക്കോട്ടെ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഒരു ലാട്രിനും ഒരു യൂറിനലും ഒക്കെ അല്ല വേണ്ടത്. അവർക്ക് അവരുടെ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ളത്, അതും എൻക്ലോസ്ഡ് ആയിരിക്കണം, അടഞ്ഞത്. അല്ലാണ്ട് തുറന്ന് ഇങ്ങനെയൊക്കെ കിടക്കുന്നിടത്ത് സ്ത്രീകൾക്കൊക്കെ പോകാനും ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ പാടില്ല. അത് എൻക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മെയിൽസിന് വേറെ ഫീമെയിൽസിന് വേറെ പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? ഒന്ന് രണ്ട് പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താ? ആൻഡ് ഈ ലാട്രിൻസും യൂറിനൽസും സഫീഷ്യന്റ് ലൈറ്റും ഒക്കെ കിട്ടി, അതായത് ആവശ്യത്തിന് വേണ്ട അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഒന്ന് ലൈറ്റ് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനല്ലേ. അപ്പൊ അതെങ്ങനെയൊക്കെയാണ്, അവിടെ മറ്റ് ഒരു കാര്യവും ഇല്ല എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ട് വേണം വി ക്യാൻ യൂസ് ഇറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ സഫീഷ്യന്റ് ലൈറ്റ് വേണം, വെന്റിലേഷൻ വേണം എന്നാണ് പറഞ്ഞേക്കണേ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള യൂറിനൽസോ ലാട്രിൻസോ കനോട്ട് ബി യൂസ്ഡ്, ഉപയോഗിക്കാൻ പറ്റാത്തത് ഉണ്ടെങ്കിൽ അത് ചീഫ് ഇൻസ്പെക്ടർ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ആളുകളോട്. ചീഫ് ഇൻസ്പെക്ടർ ഇപ്പൊ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇന്നൊരു ലാട്രിൻ അല്ലെങ്കിൽ ഇന്നൊരു യൂറിനൽ കനോട്ട് ബി യൂസ്ഡ്, അത് ചിലപ്പോൾ മെയിന്റനൻസിന് വേണ്ടിയിട്ടേക്കോ അത് ഉപയോഗിക്കാൻ പാടില്ല, അത് അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കിയിരിക്കണം. അത് ഒഴിവാക്കിയതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക വേണം. ആൻഡ് ഓൾസോ ഒരു സ്പേസ്, അതായത് വെന്റിലേഷൻ അതുപോലെ തന്നെ പാസേജ് വഴിയൊക്കെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവീനിയന്റ് ആയിട്ട് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കണം ഈ യൂറിനൽസും ലാട്രിൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടന്നു പോകാനായിട്ടുള്ള വഴി അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഓൾസോ all these urinals and latrines should be clean and sanitary conditions. അതായത് നല്ല സാനിറ്ററൈസേഷൻ ഒക്കെ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം ഈ പറയുന്ന യൂറിനൽസും ലാട്രിൻസും സൂക്ഷിക്കാനായിട്ട്. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം സ്വീപ്പേഴ്സ് ആർ എംപ്ലോയിഡ്. എന്ത് ചെയ്തിട്ടുണ്ട്, തൂത്തുവാരുന്ന ആളുകളെ ഈ പറയുന്ന ഇതിനു വേണ്ടിയിട്ട് നിയമിച്ചിട്ടുണ്ട്. ഫാക്ടറീസിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ലാട്രിൻസും യൂറിനൽസും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള തൂത്തുവാരുന്ന ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ പ്രൈമറി ഡ്യൂട്ടിയാണ് ടു ക്ലീൻ ദ ലാട്രിൻസ്, യൂറിനൽസ് ആൻഡ് ഓൾസോ വാഷിംഗ് പ്ലേസസ്. അവിടുത്തെ ലാട്രിൻസും യൂറിനൽസും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എപ്പോഴും കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ ഇതൊക്കെ കഴുകുന്നതിന് ഉപയോഗിക്കുന്നതിന് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ക്ലീൻ ചെയ്യുന്ന വാഷിംഗ് പ്ലേസസ് ഉണ്ടായിരിക്കും. കഴുകുന്ന തുണിയൊക്കെ ചിലപ്പോൾ കഴുകിയിടാൻ അവിടെയൊക്കെ കഴുകിയതിന്റെ ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനൊക്കെ അതിനും പ്രോപ്പർ സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ഇതൊക്കെ നല്ല കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് സ്വീപ്പേഴ്സിന്റെ ഡ്യൂട്ടിയാണ്, പ്രൈമറി ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇനി മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, ഇൻ എവറി ഫാക്ടറി വേർ ദർ ആർ മോർ ദാൻ 250 വർക്കേഴ്സ്. അതായത് സാധാരണഗതിയിൽ ഒരു 10-250 ആളുകളിൽ കൂടുതൽ വർക്കേഴ്സ് ഉള്ള ഫാക്ടറീസ് ആണെങ്കിൽ പറയാണേ, അങ്ങനെയാണെങ്കിൽ ലാട്രിൻസും യൂറിനൽസും സാനിറ്ററി ടൈപ്സ് ഒക്കെ പ്രിസ്ക്രൈബ്ഡ് രീതിയിൽ തന്നെയായിരിക്കണം. ഏത് രീതിയിലുള്ള ലാട്രിൻ യൂറിനലൊക്കെ വേണമെന്നുള്ളത് നോക്കി തന്നെ വേണം അവിടെയും ചെയ്യാനായിട്ട്. 250 പേരിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഇതിനകത്ത് പറയുന്നത് ഇതിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാൾസ് ഒക്കെ ഇല്ലേ, ഫ്ലോർ വാൾസ് ഒക്കെ, ഈ ബാത്റൂമിന്റെ യൂറിനൽസിന്റെ ഒക്കെ ഭിത്തിയൊക്കെ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്, നല്ല ഗ്ലേസ്ഡ് ടൈൽസ് ഉപയോഗിച്ച്
എന്താ പറയാ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതായിരിക്കണം. ഏകദേശം ഒരു നമ്മളുടെ ഒരു 90 സെന്റിമീറ്റേഴ്സ്, ഒരു 90 സെന്റിമീറ്റർ പൊക്കത്തിൽ വരെ, താഴെ നിന്ന് 90 സെന്റിമീറ്റർ പൊക്കത്തിൽ വരെ ഗ്ലേസ്ഡ് ടൈൽസ് ഉപയോഗിച്ച് ആയിരിക്കണം അത് എന്ത് ചെയ്തത്, ലേ ഡൗൺ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്തിരിക്കുന്ന എന്താ പറയാ ഭിത്തിയോ അല്ലെങ്കിൽ ടൈലില്ലാത്ത ഫ്ലോറോ ഒന്നും പാടില്ല. കാരണം അവിടെ മിക്കവാറും ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് വർക്കേഴ്സ് ഇങ്ങനെ കയറി ഇറങ്ങി ലാട്രിൻസും യൂറിനൽസും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. സോ ഒരുപാട് പേര് കയറി ഇറങ്ങുമ്പോൾ അവിടുത്തെ ആ ഒരു ഹൈജീനിക് ആയിട്ടുള്ള അവസ്ഥ മാറും, ഇല്ലാണ്ടാകും. അവിടുത്തെ ഹൈജീൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ദിവസത്തിൽ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു ഈവനിങ് ഒക്കെ വരെ അത് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ആളുകൾ കയറി വരുമ്പോൾ അത് മൊത്തം ആകെ മോശമായി തീരും. അപ്പൊ അത് പെട്ടെന്ന് കഴുകണമെങ്കിലും വൃത്തിയാക്കണമെങ്കിലും ടൈൽസ് ആണെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുള്ളൂ, അല്ലെ? ആലോചിച്ചൊക്കെ ടൈലിട്ട സ്ഥലം കഴുകുന്നതാണോ, ഇതുപോലെ ഭിത്തിയിൽ പെയിന്റ് അടിച്ച് കുറച്ച് തേച്ച് കഴുകുന്നതാണോ എളുപ്പം? ടൈലാണെങ്കിൽ എളുപ്പം നമുക്ക് കഴുകി കളയാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ മറ്റേത് എന്തെങ്കിലുമൊക്കെ വന്ന് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, പോകില്ല പെട്ടെന്ന്. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്ക്രബൊക്കെ വെച്ച് വരയ്ക്കണം. അപ്പോഴേക്കും ഈ സിമെന്റും അതുപോലെ തന്നെ പെയിന്റും ഒക്കെ കൂടി ഇളകി പോരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ബി പോയിന്റ്. പിന്നെ ഈ പറയുന്ന സബ് സെക്ഷൻസ് നേരത്തെ പറഞ്ഞില്ലേ, DE എന്ന് പറഞ്ഞ സെക്ഷൻസ്, സ്വീപ്പേഴ്സ് കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടിയിൽ ഈ പറയുന്ന ലാട്രിൻസും യൂറിനൽസും ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണമെന്നും സാനിറ്ററി കണ്ടീഷൻസും ക്ലീൻലിനെസ്സും ഉറപ്പുവരുത്തണം യൂറിനൽസിലും ലാട്രിൻസും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും ഇവിടെയും ചെയ്യണമെന്ന് പറഞ്ഞേക്കണം. അത് കൂടാതെ എന്താ പറയാ വാൾസ് അതുപോലെ തന്നെ മറ്റ് ബ്ലോക്കുകളൊക്കെ എന്താ പറയാ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കുകളൊക്കെ വെച്ച് നല്ലോണം ഫിനിഷിംഗ് ആയിട്ടാണ് അതെല്ലാം ചെയ്യേണ്ടത്. ഫ്ലോറൊക്കെ ചെയ്യുമ്പോൾ വെറുതെ എന്താ പറയാ നമ്മളുടെ പണ്ടത്തെ രീതിയിലുള്ള ഫ്ലോറിംഗ് ഒന്നും ആവാതെ നല്ല ബ്ലോക്കുകൾ വെച്ചിട്ടായിരിക്കണം നല്ലോണം ചെയ്യേണ്ടത്. മാത്രമല്ല സാനിറ്ററി പാൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് വെക്കണം. അതും ക്ലീൻ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇൻ എവറി 7 days, ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കൃത്യമായി ക്ലീൻ ചെയ്ത് ഡിറ്റർജന്റ് ഉപയോഗിച്ചോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഡിസ്ഇൻഫെക്റ്റന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്തിട്ടോ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ് ഈ എന്താ പറയാ സെക്ഷനിൽ നേരത്തെ പറഞ്ഞതിനകത്ത് ഉള്ളത് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി എടുത്തു പറഞ്ഞിരിക്കുന്നത് വാൾസിന്റെയും ഫ്ലോസിന്റെയും ഒക്കെ കാര്യം വീണ്ടും പറയാണ്. ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് മാത്രമേ ഇത് ലേ ഡൗൺ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 250 വർക്കേഴ്സിൽ അധികമാണെങ്കിൽ. ക്ലിയർ ആയോ? ആൻഡ് ഓൾസോ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, 250 വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ മറ്റൊരു എടുത്തു പറയുന്ന കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ പറയുന്ന കാര്യമാണ്. അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ വർക്കേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഫാക്ടറിയിൽ അവിടെ അതിനനുസരിച്ച് ആ എണ്ണത്തിനനുസരിച്ചുള്ള ലാട്രിൻസും യൂറിനൽസും എന്ത് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു 19 വർക്കേഴ്സ് ഉണ്ട്, മെയിൽസ് ഇത്ര ഫീമെയിൽസ് ഇത്ര, അപ്പൊ അതനുസരിച്ചിട്ട് എത്ര എണ്ണം ലാട്രിൻസ് യൂറിനൽസ് വേണം എന്നൊക്കെ എന്താ പറയാ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഉണ്ടാക്കണം എന്ന്. 100 എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഉണ്ട്, ആകെ 1-2 യൂറിനൽസും ലാട്രിൻസും പുരുഷന്മാർക്കും 2 സ്ത്രീകൾക്കും. നമുക്കറിയാം ഒരു 200 പേര് എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസത്തിലെ ടൈം ചിലപ്പോൾ 2-3 പ്രാവശ്യം പേർക്കൊക്കെ ഒരുമിച്ചിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പൊ എന്താ പറയാ ഈ 1-2 ഒക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അതിന് വേണ്ടി അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വീണ്ടും ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ. സോ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രൊപ്പോർഷനേറ്റ് നമ്പർ ഓഫ് latrines and urinals should be provided according to the number of male and female workers. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മുടെ സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്നത് യൂറിനൽസ് ആൻഡ് ലാട്രിൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഫാക്ടറിയിലെയും കാര്യവും പറഞ്ഞിട്ടുണ്ട്. 250 നമ്പർ ഓഫ് വർക്കേഴ്സിനേക്കാൾ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് രണ്ടും ഒന്ന് തന്നെ, ചില 1-2 കുഞ്ഞു കാര്യങ്ങൾ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞേക്കുന്നു മാത്രമാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ദാറ്റ് ഈസ് ദ സെക്ഷൻ 20. അവസാനത്തേത് എംപ്ലോയി ഹെൽത്തിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ആണ് സെക്ഷൻ 20 പറഞ്ഞിരിക്കുന്ന സ്പിറ്റ് ടൂൺസ്. സ്പിറ്റ് ടൂൺസ് എന്താണെന്ന് അറിയാമോ? ദ പ്ലേസ് വേർ വി സ്പിറ്റ്, അതായത് സ്പിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു. കോളാമ്പി എന്നൊക്കെ പണ്ട് പറയും. പണ്ട് കോളാമ്പി ഒക്കെ കണ്ടിട്ടില്ലേ? കോളാമ്പി കാണാത്തവരൊന്നും ഉണ്ടാവില്ല എന്തായാലും. അത് വൃദ്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പം എഴുന്നേറ്റ് നടന്നൊന്നും പോയി അവർക്ക്
എന്താ പറയാ പോയിട്ട് സ്പിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അവർക്ക് അവരുടെ ബെഡിന്റെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ്. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിലും അല്ലെ, മുറുക്കുന്ന ആളുകളൊക്കെ മുറുക്കുന്നതാണ് വായിലെടുത്ത് ഇങ്ങനെ പാനൊക്കെ ചവച്ച് ചെയ്യുമ്പോൾ അത് സ്പിറ്റ് ചെയ്യാനൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു സാധനം. അതൊക്കെയാണ് കോളാമ്പി എന്നാണ് പറയാ. പക്ഷെ ഇവിടെ കോളാമ്പി അല്ല, അതായത് സ്പിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തിനേയും നമ്മൾ കോളാമ്പി എന്ന് വിളിക്കും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാത്രം. ഇത് സ്പിറ്റോൺസ് എന്ന് പറഞ്ഞാൽ ദ വെസൽ ഓർ തിങ് ഇൻ വിച്ച് വി സ്പിറ്റ്, നമ്മൾ തുപ്പാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം. അപ്പോ എല്ലാ ഫാക്ടറീസിലും sufficient number of spittoons should be also placed in convenient and also maintaining clean and hygienic condition. എല്ലാ ഫാക്ടറിയിലും പ്രത്യേക സ്ഥലങ്ങളിൽ സ്പിറ്റോൺസ് സ്ഥാപിക്കണം. മാത്രമല്ല അത് വെറുതെ ഇങ്ങനെ കൊണ്ടുവച്ചാൽ മാത്രം പോരാ, ആ പരിസരവും അതും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം. അതും എപ്പോഴും വൃത്തിയായിരിക്കണം. അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ആകെ സ്റ്റിക്ക് ചെയ്തിട്ട് വീണ്ടും നാശാക്കി കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് അനുഭവിക്കേണ്ടത് അവർക്ക് ജോലിക്കാരെ തന്നെയായിട്ടുള്ളൂ. വല്ല രോഗങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. മനുഷ്യന്മാർ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്കറിയാം പല സ്ഥലത്ത് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് പബ്ലിക് പ്ലേസസിൽ സ്പിറ്റ് ചെയ്യാൻ പാടില്ല, ഡോൺ സ്പിറ്റ് ഹിയർ, ബോർഡുകൾ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ടാവാം അല്ലെ. പബ്ലിക് പ്ലേസസിൽ നമ്മൾ ബസ് സ്റ്റാൻഡുകളില് റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ പോയിരിക്കുമ്പോ അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ചെറിയ നോട്ടീസ് ബോർഡുകൾ പോലെ കാണാം. എന്നുവെച്ചാൽ അത് ആളുകൾ അത് ചെയ്യാതിരിക്കാനല്ലോ പല നോട്ടീസ് ബോർഡുകളും ഉണ്ടാകും. അതിലൊന്നാണ് ഡോൺ സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പരുത് എന്നാണ്. അപ്പൊ ഫാക്ടറീസിലും അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്പിറ്റൂൺസിലാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, ഇനി സ്പിറ്റൂൺസിനെ സംബന്ധിക്കുന്ന മറ്റൊരു കാര്യം പറയുന്നത്, സ്പിറ്റൂൺസ് wherever it is kept, എന്ത് ചെയ്യണം, ആ സ്പിറ്റൂൺസ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ചിലപ്പോ അത് എവിടെയാണ് വെച്ചേക്കണേ എന്നുള്ള ഒരു ആരോ മാർക്കൊക്കെ കാണിച്ചു നോട്ടീസൊക്കെ കൊടുത്ത് അവിടെയാണ് എന്താ പറയാ സ്പിറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മുടെ ഫാക്ടറി പ്രമിസസിന്റെ ചുറ്റുമൊക്കെ പോയിട്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ. ആൻഡ് ഇഫ് എനിവൺ ഡസ് സംതിങ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്പിറ്റൂൺസ് സ്ഥാപിച്ചിട്ടും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി ക്യാൻ ബി ഇമ്പോസ്ഡ്. അതിന് ഫൈനോ പെനാൽറ്റി ഒക്കെ നമുക്ക് ഈടാക്കാവുന്നതാണ്. അതിന് പെനാൽറ്റിയെ കുറിച്ച് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സെക്ഷൻ 20 പ്രകാരം ആരെങ്കിലും അതിന് എതിരായിട്ട് ഇൻ കോൺട്രാവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനെതിരായി സെക്ഷൻ 20 എതിരായിട്ട് പുവർ സ്പിറ്റ്സ് ആരെങ്കിലും തന്നെ ഇതുപോലെ തുപ്പുകയാണെങ്കിൽ വിൽ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ നോട്ട് എക്സീഡിംഗ് ₹5. അവർക്ക് പണിഷ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി ആയിട്ട് ഒരു 5 രൂപയില് കൂടാത്ത ഒരു ഫൈൻ ഈടാക്കാവുന്നതാണ്. 5 രൂപയിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. 5ന്റെ അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഓക്കെ, അമെന്റ്മെന്റുകളൊക്കെ പിന്നെയും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അടുത്തത് എന്താ, പ്രിസ്ക്രിപ്ഷൻ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് സ്പിറ്റൂൺസ് ഷുഡ് ബി പ്ലേസ്ഡ്. നമുക്ക് പ്രത്യേക എണ്ണം, എത്ര എണ്ണം സ്പിറ്റൂൺസ് സ്ഥാപിക്കണം അത് ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ചിരിക്കും. എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട് അതനുസരിച്ചിരിക്കും. ഇനി ഏത് ടൈപ്പ് ഓഫ് സ്പിറ്റൂൺ ആണ് വെക്കേണ്ടത് എന്നുള്ളതും അതിന്റെ ലൊക്കേഷൻ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തു പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടുതൽ അതിനെ സംബന്ധിക്കുന്ന കാര്യം പറയുന്നത് ഇത് കീപ്പ് ചെയ്യേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ ഹൈജീനിക് കണ്ടീഷൻസിലാണെന്ന് കൂടി ഉറപ്പുവരുത്തണം. മനസ്സിലായി? ഇനി ഇതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ പലതരത്തിലുള്ള രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ആളുകളൊക്കെ ഒരുപാട് പേര് രോഗികളായി മാറിക്കഴിഞ്ഞാൽ പരിശോധന വരുമ്പോൾ എന്താണ് ഇതിന്റെ റീസൺ എന്ന് നോക്കും. അപ്പൊ റീസൺ നോക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ആളുകൾ പാലിച്ചിട്ടുണ്ടോ നോക്കും. പാലിച്ചിട്ടില്ലെങ്കിൽ ഫാക്ടറിക്ക് അഗേൻസ്റ്റ് ആയിട്ട് പല തരത്തിലുള്ള നടപടികളും സ്വീകരിക്കേണ്ടി വരും. മനസ്സിലായോ? സ്പിറ്റൂൺസിന്റെ സംബന്ധിച്ച കാര്യം മനസ്സിലായോ? അതില്ലേ നിങ്ങള് എന്താ പറയാ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പെനാൽറ്റിയുടെ ആ ഒരു പോയിന്റ് ഇല്ലേ, മൂന്നാമത്തെ, whoever speaks in contravention of Section 20 shall be punishable with a fine not exceeding ₹5 വരെ. അന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ആണ് എംപ്ലോയി ഹെൽത്തിന്റെ അവസാന ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയി ഹെൽത്തിന്റെ മറ്റൊരു പേരാണല്ലോ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്.
എന്തിനാണ് എംപ്ലോയി ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്? വൈ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്? ഇതിന്റെ പ്രാധാന്യം എന്താണ്? എംപ്ലോയി ഹെൽത്ത് ഇത്രയധികം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എംപ്ലോയീസ് ഹെൽത്ത് ടു ബി പ്രൊട്ടക്റ്റഡ്. എംപ്ലോയീസ് ഹെൽത്തിനെ നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കണം, അതിനെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു, അതെന്തിലേക്ക് നയിക്കും? ഡിക്രീസ്ഡ് ഔട്ട്പുട്ട്. നമ്മുടെ ഔട്ട്പുട്ട് കുറയും. ഇത് എന്താ പറയാ, നമ്മുടെ എംപ്ലോയി ഹെൽത്തിനെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? പല ആളുകളും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പല രീതിയിലുള്ള രോഗങ്ങളാവും, രോഗികളായി മാറും. രോഗങ്ങൾ പെരുകി രോഗികളായി മാറി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുമോ? ഞാനിപ്പോ രോഗമായിട്ട് കഴിഞ്ഞ വെച്ചോണ്ടിരുന്നപ്പോ ഉണ്ടായിരുന്ന അതേ ആ ഒരു എനർജി നമുക്ക് എന്താ പറയാ, വളരെ ഹെൽത്തി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയും ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ ഹെൽത്തി ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് വിൽ ബി ഇൻക്രീസ്. നല്ല ഹെൽത്തി ആയിരിക്കുന്ന ഒരാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് ഔട്ട്പുട്ട് ആയിക്കോട്ടെ അത് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതേസമയം വയ്യാത്ത ഒരാൾ ഇരുന്നിട്ട് അത് ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിച്ച അവരുടെ ആ ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഡിക്രീസ്ഡ് ഔട്ട്പുട്ടിന് കാരണമാകുന്നു. എക്സസീവ് ഹസാർഡസ് ആക്ഷൻസ് എന്ന് വെച്ചാൽ രോഗമൊക്കെ വന്ന് ആളുകൾക്കൊക്കെ രോഗങ്ങൾ പെരുകുമ്പോൾ എന്ത് പറ്റും? പല അപകട സാധ്യതകൾ, അതിനുള്ള അതിന്റെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപകടകരമായിട്ടുള്ള പല പ്രവൃത്തികളും ഓർഗനൈസേഷനിൽ നടക്കും. പിന്നെ എന്താ സംഭവിക്കുക? എക്സ്ട്രാ ലീവ്സ്. രോഗം വന്നു കഴിയുമ്പോൾ ഒരുപാട് ജോലിക്കാര് ഒരുമിച്ചൊക്കെ ലീവ് എടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എങ്ങനെയാണെങ്കിൽ when the employees are sick and they are down with the sickness, പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് എല്ലാ ഫാക്ടറീസിലും അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിലായാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എംപ്ലോയീസിനെ ഹെൽത്തി ആണെങ്കിൽ എന്തായിരിക്കും? അവർക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും. സോ ദ എംപ്ലോയീസ് ഹു ഈസ് ഫ്രീ ഫ്രം ഇൽനെസ്, രോഗമൊന്നും ഇല്ലാത്ത എംപ്ലോയീസിന് എന്ത് ചെയ്യാം? നമുക്കൊരു നല്ല ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. ദേ വിൽ ബി പങ്ക്ച്വൽ. അവർ ഭയങ്കര പങ്ക്ച്വൽ ആയിരിക്കും. നേരത്തിന് കൃത്യത്തിന് വരുന്നു, നേരത്തിന് സമയം തന്നെ ഉപയോഗിച്ച് ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവരുടെ സമയം എപ്പോഴാണോ ലീവ് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം പോകുന്നു. മറ്റേതാണെങ്കിലും രോഗം വന്നു പോന്നപ്പോ വയ്യായിരുന്നു, ഒന്നും എഴുന്നേറ്റപ്പോ ഇത്തിരി വൈകിപ്പോയി, എല്ലാ കാര്യവും അവതാരത്തിലായിപ്പോയെന്ന് ബസ് കിട്ടിയില്ല എന്നൊക്കെ പോലെ എക്സ്ക്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് പറയേണ്ടി വരും. കണ്ടോ, പങ്ക്ച്വാലിറ്റി ഇല്ലാണ്ടാവും. വൈകുന്നേരം എനിക്ക് തീരെ ഇരിക്കാൻ പറ്റുന്നില്ല, 5 മണിക്ക് പോകണ്ടോ, ഞാൻ ഒന്ന് 3 മണിക്ക് ഇറങ്ങിക്കോട്ടെ, എനിക്ക് തീരെ ഇരിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, അതും അപ്പൊ പങ്ക്ച്വാലിറ്റി ഒക്കെ ഇല്ലാണ്ടാകും. അപ്പൊ അതൊക്കെ ഉറപ്പിക്കാൻ എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കണം. ദേ ഷുഡ് ബി ഫ്രീ ഫ്രം ഇൽനെസ്. രോഗമൊന്നും ഇല്ലാതിരിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോ അവർക്ക് they will yield more output. കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും അവരെ കൊണ്ട്. ഗ്രേറ്റർ സെക്യൂരിറ്റി അവയർനെസ്, നമുക്ക് ഒരു സെക്യൂരിറ്റി അവയർനെസ് അവർക്ക് ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ എന്താ, രോഗമൊന്നും ഇല്ലെങ്കിൽ വളരെ ഹെൽത്തിയാണ്, നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ ജോലിയോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് കൂടും, അതിന് ചെയ്തു തീർക്കണം, അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ ഫീൽ ചെയ്യും. മനസ്സിലായോ? എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് should be remains happy and self-confident. ഒരു എംപ്ലോയി ഹെൽത്തി ആയി കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? എപ്പോഴും നല്ല സന്തോഷമുള്ളവരായിരിക്കും, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും. അത് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ്. എംപ്ലോയിയുടെ സന്തോഷവും എംപ്ലോയിയുടെ സെൽഫ് കോൺഫിഡൻസും ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഫോർ എവറി ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനും ഇങ്ങനെ ആയിരിക്കണം. അവിടത്തേക്ക് എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം. ഇതൊക്കെ എപ്പോഴുണ്ടാവുക? അവര് ദേ ആർ ഫ്രീ ഫ്രം ഇൽനെസ്. രോഗം ഇല്ലാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നതെന്ന് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അടുത്ത എന്താ? ഓർഗനൈസേഷൻ എക്സ്പെൻസസ് വിൽ ഇൻക്രീസ്. ഈ ആളുകള് കൂടുതൽ വർക്കേഴ്സ്, ജോലിക്കാരൊക്കെ വയ്യായികള് ഹെൽത്തി അല്ലാത്ത അവസ്ഥയിലൊക്കെ വരുമ്പോ പലതരത്തിലുള്ള എന്താ പറയാ രോഗങ്ങൾ മാത്രമല്ല പല ഓർഗനൈസേഷൻ എക്സ്പെൻസ് ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറയില്ലേ, ഹസാർഡസ് ആക്ഷൻസ് ഉണ്ടാകും, അപകടം നിറഞ്ഞ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകും. രോഗത്തിലാണുള്ളതൊക്കെ ചെയ്യുന്നത്, അപ്പൊ കോൺസെൻട്രേഷൻ കിട്ടില്ല, അശ്രദ്ധമായിട്ട് ചെയ്ത് എല്ലാ അപകടമൊക്കെ വരുത്തി വയ്ക്കും അല്ലെ, എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റും, ഇഞ്ചുറീസ് പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോ അത് ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് ചികിത്സിക്കേണ്ടി വരും അല്ലെ. ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെങ്കിലും വന്നു എന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും? ഇവര് ആശുപത്രി കൊണ്ടുപോകും, ആശുപത്രി കൊണ്ട് ഇവര് പൈസ കൊടുക്കണം വേണ്ടേ? ഞാൻ ചെയ്ത ജോലിയിൽ നിന്ന് എനിക്ക് വന്ന ഒരു ഇതാണ് അല്ലെ, അശ്രദ്ധമായിട്ട്. അതെന്റെ അശ്രദ്ധ കൊണ്ടാണ്, പക്ഷെ എങ്കിലും ഓർഗനൈസേഷന്റെ പൈസയാണ്, എക്സ്പെൻസ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുക. സോ അത് മാത്രമല്ല, ഇനി അതിൽ നിന്ന് ആ ആക്സിഡന്റോ എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ അതിന് കോമ്പൻസേഷൻ കൊടുക്കണം. ഒരു എന്താ പറയാ, എന്തെങ്കിലും എന്താ പറയാ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം കൊടുക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ ചെലവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് ചെലവൊക്കെ വർദ്ധിക്കാതിരിക്കണമെങ്കിൽ എംപ്ലോയീസ് എല്ലാവരും രോഗമൊന്നുമില്ലാതെ ഹെൽത്തി ആയിരിക്കണം. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ആക്ഷൻസ് ഉണ്ടാകുന്നില്ല, ചെലവുകളൊന്നും കൂടുന്നില്ല. ഓക്കെ, പിന്നെ an image in the organization as a social responsibility.
is created due to the sound industrial health. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഒക്കെ ഹെൽത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ കുറിച്ച് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകൾക്കൊന്നും ഒരു രോഗമൊന്നുമില്ല. കാരണം അവർക്ക് രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കി കണ്ട് കൃത്യമായിട്ട് അനുശാസിക്കുന്ന നിയമങ്ങളൊക്കെ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആർക്കും രോഗമൊന്നുമില്ല. അപ്പൊ നോക്കിയേ, അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയാണ്. എന്നുവെച്ചാൽ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് അവർ പറയും എന്ത് ആ ഓർഗനൈസേഷനിലെ ജോലിക്കാരൊക്കെ വളരെ ഹെൽത്തിയാണ്, അവർക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദേ ആർ പ്രൊട്ടക്റ്റഡ്. അവർക്ക് അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കണ്ടോ, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അങ്ങനെ വരുമ്പോ ആ ഓർഗനൈസേഷന്റെ ഇമേജ് വർദ്ധിക്കണേ അല്ലെ? ആളുകൾ പറയും നല്ലതല്ലേ പറയുള്ളൂ അല്ലേ, ഗുഡ് ഒപ്പീനിയൻ അല്ലേ പറയുള്ളൂ. അവിടുത്തെ കണ്ടോ, അവിടുത്തെ ജോലിക്കാർ ഇത്ര നാളായിട്ട് ആർക്കും അങ്ങനെ വലിയ മാരകമായ വല്ല അസുഖങ്ങളോ ആ ജോലിയെ സംബന്ധിക്കുന്ന അവിടുത്തെ ചുറ്റുപാടൊക്കെ അങ്ങനത്തെ ജോലി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ആള് ഫേസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അതൊരു നല്ല ടോക്കിംഗ് ആണ്. പുറത്ത് സോഷ്യൽ ഒരു ഇമേജ് ആ ഓർഗനൈസേഷനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. മനസ്സിലായോ? തേർഡ് വൺ ക്ലിയർ? യെസ്, ഇറ്റ് പ്രിസർവ്സ് ആൻഡ് എൻഷുവേഴ്സ് ദ ബ്രാൻഡ് വാല്യൂ ആൻഡ് ഇമേജ്. വീണ്ടും പറയുന്നു, ഓരോ ഓർഗനൈസേഷന്റെയും എന്താ പറയാ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണെന്ന് പറഞ്ഞു. സമൂഹത്തില് നമ്മൾക്ക് ആ ഓർഗനൈസേഷനിലെ ജോലിക്കാർക്ക് വൈയായികകളൊന്നുമില്ല എന്ന് പറയുന്നത് സമൂഹം പറയുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രതിബദ്ധത കൂടിയാണെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷന്റെ വാല്യൂ മൂല്യം വർദ്ധിപ്പിക്കും. അതിന്റെ ബ്രാൻഡ് ഇമേജ് കമ്പനിയുടെ പേര് നിലനിൽക്കുന്ന രീതിയിലേക്കും കൊണ്ടുപോകും. മനസ്സിലായോ? അത് it enhances the brand value and image of the organization. ഓർഗനൈസേഷന്റെ ബ്രാൻഡ് വാല്യൂ ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇനി മാത്രമല്ല, എംപ്ലോയീസ് ഹെൽത്തി ആണെങ്കിൽ അവർ എന്താകും? സ്വയം മോട്ടിവേറ്റഡ് ആകും. എന്ത് ചെയ്യാനും പ്രവർത്തിക്കാനും അവർക്ക് കുഴപ്പമില്ല. കാരണം എന്താ, ഞാൻ ഹെൽത്തിയാണ്. വയ്യാണ്ട് വരുമ്പോഴാണ് നമുക്ക് എല്ലാം കഴിയുന്നു പോണേ അല്ലെ? സെൽഫ് മോട്ടിവേറ്റഡ് ആകും. ഞാൻ എന്റെ ഓർഗനൈസേഷനോട് കൂടുതൽ കമ്മിറ്റ്മെന്റോടെ ജോലി ചെയ്യും. ഒക്കെ നമ്മൾ എന്തായാലും പെർഫെക്റ്റ്ലി ഹെൽത്തി ആണ് എംപ്ലോയീസിന് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഹെൽത്തി ആയിരിക്കുന്ന എംപ്ലോയീസിൽ നിന്ന് ഇങ്ങനെയുള്ള ചില നേട്ടങ്ങൾ കൂടി ഓർഗനൈസേഷന് ഉണ്ട്. And also, workforce is inspired to remain fit physically and mentally. എല്ലാ വർക്കേഴ്സും ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ അവർ ആ ഓർഗനൈസേഷന്റെ അവർ ചെയ്യുന്ന ജോലിയോട് ഫിസിക്കലിയും മെന്റലിയും ഫിറ്റ് ആയിരിക്കും. എനിക്ക് ജോലി കുഴപ്പമില്ല, ഞാൻ ഭംഗിയായിട്ട് വളരെ ഇഷ്ടത്തോടെ ഞാൻ ചെയ്യും. എപ്പോഴാണ് ചിന്തിക്കുക, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ഇത്രയും ഒച്ച ഉണ്ടാക്കി ഇതുപോലെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ കമ്മിറ്റ്മെന്റോടെ ഞാൻ ജോലി ചെയ്യുന്നു, സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു, ഞാൻ ഇതിൽ ഓക്കെയാണ്, ഞാൻ ഫിറ്റ് ആണ് ഫിസിക്കലിയും മെന്റലിയും എന്നുള്ള ഒരു ബോധ്യം ആളുകളിലും വരും. അങ്ങനെ ഒരു കൂടുതൽ ഇൻസ്പിറേഷൻ അവർക്ക് തന്നെ പ്രചോദനമാകും. ആർക്ക്? എംപ്ലോയീസിന്, വർക്ക് ഫോഴ്സിന്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത് വർക്ക് പ്ലേസ് എന്നുള്ളതിന്റെ ആ ഒരു ഒന്നാമത്തെ പോയിന്റില് ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? എന്തൊക്കെയാണ് എംപ്ലോയി ഹെൽത്തി ആയിരിക്കുമ്പോ എംപ്ലോയി ഹെൽത്തി അല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ? ഒന്നാമത്തേത് ഹെൽത്തി അല്ല എങ്കിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡിക്രീസ്ഡ് ഔട്ട്പുട്ട്, എക്സസീവ് ഹസാർഡസ് ആക്ഷൻസ് ആൻഡ് എക്സ്ട്രാ ലീവ്സ് and the employees are down with the sickness. ഇനി അതിനുശേഷം വേറൊരു കാര്യം പറയുന്നുണ്ട്. The employees when they are free from illness, രോഗമൊന്നും ഇല്ലാതെ ഫ്രീ ആണെങ്കിൽ അങ്ങനെ ഒരു എന്ത് വരും? ഡിഫറെന്റ് ഔട്ട്കംസ്, പലതരത്തിലുള്ള മറ്റ് റിസൾട്ട് ആണ് കൊണ്ടുവരാം. പങ്ക്ച്വാലിറ്റി അറ്റ് ഓക്യുപ്പേഷൻ, yields more output, greater security awareness. അവിടെ വരെ അത് രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. വേർ ആസ് എന്നുള്ളത് വേണ്ട, വേർ ആസ് വേണ്ട, ഇത് പകരം അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസിന്റെ ബാക്കി ഭാഗം അണ്ടർലൈൻ ചെയ്യും. വീണ്ടും അടുത്ത സെന്റൻസിലും അണ്ടർലൈൻ ചെയ്യാനുണ്ട്. A healthy employee also remains happy and self-confident, which is a great advantage for the organization. പിന്നെ അടുത്തത് മൂന്നാമത്തെ സെന്റൻസ് കേട്ടാ. മൂന്നാമത്തെ പോയിന്റ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ബീങ് സോഷ്യലി റെസ്പോൺസിബിൾ ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു സൗണ്ട് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഇമ്പോർട്ടൻസിൽ
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ളത്. അതിൽ ആ ഫസ്റ്റ് പോയിന്റിൽ 3 സെന്റൻസും പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതുമാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ക്ലിയർ ആയോ? നമ്മൾ ഏത് സെക്ഷൻ തുടങ്ങി പഠിച്ചു? 12 മുതൽ 20 വരെയാണ് പഠിച്ചത്. ഏതാണ് 12 പഠിച്ചത്? സെക്ഷൻ 12 നമ്മൾ പഠിച്ചത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. 13 വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ ആണ്. 14 ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്. 15 സബ്സെക്ഷൻ 1 ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. 16 ഓവർ ക്രൗഡിംഗ്. 17 ലൈറ്റിംഗ്. 18 ഡ്രിങ്കിങ് വാട്ടർ. 19 latrines and urinals and 20 spittoons ആണ്. ക്ലിയർ ആയോ? 12 മുതൽ 20 വരെയുള്ള എന്താ പറയാ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് നമ്മൾ എംപ്ലോയി ഹെൽത്തിന്റെ നമ്മൾ പഠിച്ചത്. യെസ്. ആൻഡ് പിന്നെ ഇനിയുള്ള ക്ലാസ് എനിക്ക് ചിലപ്പോ കിട്ടില്ലായിരിക്കും, കാരണം ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം ടേബിൾ തന്നിട്ടില്ലേ? ഉണ്ടോ? യെസ്. എന്നാണ് നമ്മളുടെ ഈ സെക്കൻഡ് പേപ്പറിന്റെ പരീക്ഷ എന്നാ വരിക? 7-ാം തീയതി ഒക്ടോബർ ആണ്. അപ്പൊ 7th of October നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നിങ്ങളുടെ ടൈം ടേബിളിൽ അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതനുസരിച്ച് ചാപ്റ്റർ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ രീതി. ഇനി ഇതിന്റെ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് മിസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അപർണ മിസ് അല്ലെ? മിസ്സിന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം മിസ്സിനാണ് 2 അവർ ഉള്ളത്. എനിക്ക് 1 അവറേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എന്റെ 1-2 അവറാണ് മിസ്സിന്റെ. ഉച്ച സമയത്തുള്ള 2 അവറുകൾ എന്റെ പോയിട്ട് ഞാൻ വേറെ ക്ലാസ് എടുത്തു. ടീച്ചറിന്റെ എന്റെ ക്ലാസ് പുള്ളിക്കാരിയും എടുത്തു. അപ്പൊ അങ്ങനെ വന്നപ്പോ 2-3 അവർ പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്തേനായിരുന്നു. എന്റെ കൈ കൊണ്ട് തീർന്നു പോയേനെ. പക്ഷെ ഇനിയിപ്പോ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? മിസ് അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് 2 ക്ലാസ് മിസ്സിന് കിട്ടും. എനിക്ക് കിട്ടില്ല ഇനി ക്ലാസ്. നെക്സ്റ്റ് എന്താ പറയാ ട്യൂസ്ഡേ ആണ് അല്ലെ? വെനസ്ഡേ ആണ് നമുക്ക് ക്ലാസ് ഉള്ളത്. എന്റെ ക്ലാസ് നെക്സ്റ്റ് വെനസ്ഡേ ആണ് ശരിക്കും ക്ലാസ് ഉള്ളത്. വെനസ്ഡേ ഇനി പൂജയുടെ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലാസ് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കയറും എന്റെ ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ കയറും. എന്താന്ന് വെച്ചാൽ നമുക്ക് അന്നേരം ചെയ്യാം. മിസ് എടുത്ത് കയറുന്നില്ലെങ്കിൽ അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതർവൈസ് ചിലപ്പോൾ നമുക്ക് ഇനി കാണാൻ പറ്റുന്നില്ല. അപ്പൊ എക്സാമിനായിരിക്കും ചിലപ്പോ സമയം കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പറ്റുക. അപ്പൊ സോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്നുകൂടിയൊക്കെ പഠിച്ച് ഒരുങ്ങി നല്ല രീതിയിൽ പരീക്ഷ കൊടുക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങുക. ബാക്കി ഭാഗം ടീച്ചർ എടുത്തോളൂ കേട്ടോ. ടീച്ചറിന് 2 അവർ ഇനി മുൻപിലുണ്ട്, എനിക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പഠിച്ച് ഒരുങ്ങി നല്ല വൃത്തിയായിട്ടൊക്കെ പരീക്ഷ എഴുതി നല്ല കുട്ടികളായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ കാണാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്തോട്ടാ. പഠിച്ച് തന്നതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കി പഠിച്ച് ചെയ്ത. സോ ചിലപ്പോ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ അല്ലേ? എല്ലാവരെയും നേരിട്ടാണ് ഇനി കാണേണ്ടത്. നല്ല ചിരിച്ച മുഖത്തോടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കേൾക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ കാണാം. ഓക്കെ, സോ ലവ് യു ഓൾ ആൻഡ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മിസ്.